അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് താരീഖ്. ഇപ്പോൾ യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ പാഠമാണല്ലോ സൂറത്ത് യൂസുഫ് അല്ലേ. ഉസ്താദ് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് എടുക്കുന്ന പാഠത്തിലെ ആയത്തുകൾ കൃത്യമായിട്ട് ഓതി തരാറുണ്ട്. ഇന്നും ഓതി തന്നിട്ടുണ്ട്. മിനിഞ്ഞാന്ന് ഓതി തന്ന, അതുപോലെ അതിൻ്റെ മുമ്പ്, മിനിഞ്ഞാന്നല്ല ഇതിൻ്റെ മുമ്പത്തെ 2 ക്ലാസ്സുകളിൽ ഓതി തന്ന ആയത്തുകൾ ഉൾപ്പെടെ ഇന്നും ഓതി തന്ന ആയത്തുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒറ്റ നോട്ടത്തിൽ നിന്ന് കാണിച്ചു തരാം, ശ്രദ്ധിച്ചോളൂ. പരിഭാഷ ഉൾപ്പെടെ നോക്കിക്കോളൂ. പരിഭാഷ ഞാൻ വായിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് പഠിക്കാം, വായിക്കാം, മനസ്സിലാക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال نسوة في المدينة امرأة العزيز تراود فتاها عن نفسه قد شغفها حبا إنا لنراها في ضلال مبين فلما سمعت بمكرهن أرسلت إليهن وأعتدت لهن متكئا وآتت كل واحدة منهن سكينا وقالت اخرج عليهن فلما رأينه أكبرنه وقطعن أيديهن وقلن حاش لله ما هذا بشرا إن هذا إلا ملك كريم وقلنا حاش لله ما هذا بشرا إن هذا إلا ملك كريم قالت فذلكن الذي لمتنني فيه ولقد راودته عن نفسه فاستعصم ولئن لم يفعل ما آمره ليسجنن وليكون من الصاغرين. ഞാൻ ബാക്കി ഭാഗം കൂടി വെത്തരാം ഇൻഷാ അല്ലാഹ്. ഞാൻ 30 മുതൽ 32ാമത്തെ ആയത്ത് വരെ ഉള്ളതാണ്. ഇതിൽ ഓരോ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ഇതൊരു മനുഷ്യനെയല്ല, വിശിഷ്ടനായ ഒരു മലക്ക് തന്നെയാണ്. അതിൻ്റെ വിശദീകരണം നോക്കൂ. നമ്പർ 15 അതിന് ടച്ച് ചെയ്താൽ മതി. അപ്പോൾ ആ നമ്പർ 15 വരും, കണ്ടോ. അസീസിൻ്റെ അരമന രഹസ്യം, അങ്ങാടിയിൽ പാട്ട്, അതങ്ങനെ വിശദീകരിച്ച് നമുക്ക് പിന്നെ ഇത് ക്ലോസ് ചെയ്യാം. പിന്നെ 16ാമത്തെ കണ്ടോ, ആ നമ്പറിൽ ടച്ച് ചെയ്താൽ അതിൻ്റെ വിശദീകരണം വരും. മനസ്സിലായല്ലോ. അപ്പോൾ നല്ലൊരു ആപ്പാണ്. ഇനി നിങ്ങൾക്ക് ഇങ്ങോട്ട് മറിച്ചാൽ, അടുത്തോട്ട് മറിച്ചാൽ ബാക്കി കാണാം. യൂസുഫ് നബി അലൈഹി സ്വലാം പറയുന്നത്, പ്രാർത്ഥിക്കുന്നത്, റബ്ബിനോട് ദുആ ചെയ്യുന്നത്. قال رب السجن أحب إلي مما يدعونني إليه وإلا تصرف عني كيدهن أصب إليهن وأكن من الجاهلين فاستجاب له ربه فصرف عنه كيدهن إنه هو السميع العليم ثم بدا لهم من بعد ما رأوا الآيات ليسجننه حتى حين. അതുവരെയാണ് മുമ്പെടുത്തിരുന്നത്. ഇനി ഇന്നെടുത്ത പാഠം ഇവിടുന്ന് കേട്ടാണ്. ودخل معه السجن فتيان قال أحدهما إني أراني أعصر خمرا وقال الآخر إني أراني أحمل فوق رأسي خبزا تأكل الطير منه نبئنا بتأويله إنا نراك من المحسنين. ഇതിലൊക്കെ ഇതിൻ്റെ കൃത്യമായ വിശദീകരണം നിങ്ങൾക്ക് ഈ ആപ്പ് വളരെ സിമ്പിളായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ഓരോ സ്ഥലത്തും കൃത്യമായ വിശദീകരണമുണ്ട്, കണ്ടോ. അമിതമായ വിശദീകരണമല്ല, പാകത്തിനുള്ള വിശദീകരണമുണ്ട് ഓരോ സ്ഥലത്തും. വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ, വായിക്കാൻ സമയമില്ല, അപ്പോൾ നമ്മൾ വീഡിയോ നീണ്ടുപോകും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ആപ്പ് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാം. ഇതും ഇന്നത്തെ ഭാഗത്തിൽ നിന്നുള്ളതാണ്.
قال لا يأتيكما طعام ترزقانه إلا نبأتكما بتأويله قبل أن يأتيكما ذلكما مما علمني ربي إني تركت ملة قوم لا يؤمنون به إني تركت ملة قوم لا يؤمنون بالله وهم بالآخرة هم كافرون واتبعت ملة آبائي إبراهيم وإسحاق ويعقوب ما كان لنا أن نشرك بالله من شيء ذلك من فضل الله علينا وعلى الناس ولكن أكثر الناس لا يشكرون يا صاحبي السجن أرباب متفرقون خير أم الله الواحد القهار ما تعبدون من دونه إلا أسماء سميتموها أنتم وآباؤكم ما أنزل الله بها من سلطان إن الحكم إلا لله أمر ألا تعبدوا إلا إياه ذلك الدين القيم ولكن أكثر الناس لا يعلمون. ഈ ഭാഗം ഉസ്താദ് ഓതി തന്നിട്ടുണ്ട്, പക്ഷേ ഇത് പാഠത്തിലില്ല. അദ്ദേഹം അവസരോചിതമായി യൂസുഫ് അലൈഹി ഇസ്ലാം ഈ സഹോദരങ്ങൾക്ക് സത്യദീനെ എത്തിച്ചു കൊടുക്കുന്ന വിഷയമാണ് ആ പറഞ്ഞത്. പ്രബോധനം ചെയ്യുന്ന ദഅവത്തിൻ്റെ രംഗമാണ് അവിടെ ഉസ്താദ് വിശദീകരിച്ചു തന്നത്. യാ സാഹിബൈ സിജ്നി അമ്മാ അഹദുകുമാ ഫയസ്ഖി റബ്ബഹു ഖംറ, ഇത് പാഠത്തിലുള്ളതാണ്. يا صاحبي السجن أما أحدكما فيسقي ربه خمرا وأما الآخر فيصلب فتأكل الطير من رأسه قضي الأمر الذي فيه تستفتيان وقال للذي ظن أنه ناج منه اذكرني عند ربك فأنساه الشيطان ذكر ربه فلبث في السجن بضع سنين. അതൊക്കെ ഇനി എടുക്കാനുള്ളതാണ്. ഏത്? ഫലബിസ ഫിസ്സിജിനി ബിദ്അ സിനീൻ. അതൊക്കെ ഇനി അടുത്ത പാഠം. നിങ്ങൾക്ക് ഇന്ന് തദ്രീബാത്തൊക്കെ എടുത്തു കഴിഞ്ഞല്ലോ അല്ലേ? ഇനി അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഭാഗം രാജാധികാരം കയ്യിലെത്തുന്ന സംഭവങ്ങളൊക്കെ അടുത്ത പാഠത്തിൽ ഇൻഷാ അല്ലാഹ്. അതുപോലെ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം ഒക്കെ അടുത്ത പാഠത്തിലാണ്. സ്വപ്നം കണ്ടല്ലോ യൂസുഫ് നബി അലൈഹി സ്വലാം, അത് ഉപ്പയോട് പറഞ്ഞല്ലോ, യാക്കൂബ് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞല്ലോ. അതിൻ്റെ സാക്ഷാത്കാരം ഒക്കെ വരുന്നത് രണ്ടാമത്തെ ഭാഗത്ത്, യൂസുഫ് അലൈഹി സ്വലാം എന്ന പാഠത്തിൻ്റെ 12ാമത്തെ പാഠത്തിലാണ് അത് കൃത്യമായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ തദ്രീബാത്ത് എല്ലാവരും എഴുതുക, ഉസ്താദിന് അയച്ചു കൊടുക്കുക. ഇന്ന് പാഠം പൂർണ്ണമായിട്ടുണ്ട്. താരീഖിലെ 11ാമത്തെ പാഠം യൂസുഫ് അലൈഹി സ്വലാം 1ാം ഭാഗം പൂർണ്ണമായിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂട്ടത്തിൽ ശ്രദ്ധിക്കട്ടോ, ഇതിൻ്റെ പരിഭാഷ കൂടെ നിങ്ങൾ വായിക്കട്ടോ. ഈ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കരുത്. നിങ്ങൾ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വലിയ ഉപകാരമായിരിക്കും നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ്. കൃത്യമായ വിശദീകരണങ്ങൾ, മതിയായ പാകത്തിനുള്ള വിശദീകരണം, പാകത്തിനുള്ള വിശദീകരണം കുറേ ഇല്ല, മനസ്സിലായോ? ഓരോ നമ്പറിലും ടച്ച് ചെയ്താൽ മതി. നല്ല ഒരു ആപ്പാണ്.